നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ BJPക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങിയതാണ്. പക്ഷേ എടുത്തു വെച്ചപ്പോഴൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. 10 ലോക്സഭാ സീറ്റുകളുണ്ട് ഹരിയാനയിൽ. അതിൽ വലിയ നഷ്ടങ്ങളായിരിക്കും ഇക്കുറി അവർക്ക് സംഭവിക്കുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ദുഷ്യന്ത് ചൗട്ടാലയും അതുപോലെ തന്നെ INLDയും ഒക്കെ കോൺഗ്രസിന് നിരുപാധികം പിന്തുണ കൊടുക്കുമ്പോൾ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിലും വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 10 നേടി വലിയ നേട്ടമാണ് BJP കൊയ്തെടുത്തതെങ്കിൽ ഇക്കുറി അത് നടക്കില്ല. നിലവിൽ കർണാലിലെ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയാണ് മുൻ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ. നമുക്കറിയാം, സൈനി മുഖ്യമന്ത്രിയായതിനു ശേഷം അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഭൂരിപക്ഷം കുറവുള്ള സർക്കാർ എങ്ങനെ ഈ കടമ്പ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നവാബ് സിംഗ് സൈനിക്ക് ഇനി പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞത് BJPക്ക് ഒരു രീതിയിലും പ്രശ്നങ്ങളില്ല, അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞോളൂ എന്നാണ്. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടർക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ഓരോ ചുവടെടുത്ത് വയ്ക്കുന്നതും കൂടുതൽ ആപത്തിലേക്ക് കലാശിക്കുകയാണ്. നിലവിൽ അവിടെ 40 MLA-മാരാണ് BJPക്ക് ഉള്ളതെങ്കിലും കോൺഗ്രസിന് 30 MLA-മാരും 10 MLA-മാർ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP-യുടെയും അതുപോലെ തന്നെ 3 സ്വതന്ത്ര MLA-മാരും ഉണ്ട്. BJP-യുടെ അംഗബലം എന്നത് 43-ലേക്ക് ചുരുങ്ങിയപ്പോൾ കോൺഗ്രസിൻ്റെ അംഗബലം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി തന്നെ നിയമസഭയിലും ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുമ്പോൾ BJPക്ക് വലിയ നഷ്ടം സംഭവിക്കുമോ, സർക്കാർ നിലംപതിക്കുമോ എന്നതാണ് കാണേണ്ടത്. ഈ വർഷം തന്നെ അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ സർക്കാർ നിലംപതിച്ചാലും തെരഞ്ഞെടുപ്പിൻ്റെ മാവാങ്കം നവംബറിൽ തന്നെ ആയിരിക്കുമെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. 6 മാസത്തിനുള്ളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അതിനാൽ തന്നെ ഇടക്കാലത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കർണാടകയിലേക്ക് DK ശിവകുമാറിനെ വിട്ടത് തന്നെ BJP സർക്കാരിനെ തള്ളിയിടാനുള്ള വഴിയുമായി കോൺഗ്രസ് കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുത്തതിന് ശേഷം തന്നെയാണ്. അതുകൊണ്ടാണ് BJPക്ക് ഇത്ര വെപ്രാളം. അധികാരം നഷ്ടപ്പെട്ടാൽ, ഹരിയാന പോലുള്ള ഒരു സംസ്ഥാനം അധികാരം നഷ്ടപ്പെട്ടാൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പയ്യെ തിരിച്ചു വരുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. അത് ഒരു ട്രെൻഡായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറുമെന്നത് വളരെ വിശേഷണമുള്ള കാര്യം തന്നെയാണ്. ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലേക്കും അതൊരുപക്ഷെ വ്യാപിച്ചാൽ തീർച്ചയായും വലിയ തോതിൽ അത് BJPക്ക് നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഹരിയാനയിലെ ഭൂരിപക്ഷം അത് കോൺഗ്രസിനുള്ളതാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സുർജേവാലയും സെൽജയും എല്ലാം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞിരിക്കുന്നത്, നിലവിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നു എന്നു കരുതി അതിനർത്ഥം എല്ലാ കാലത്തും ഇരിക്കും എന്നല്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തെളിയിച്ച 4-ൽ 3 ഭൂരിപക്ഷവുമായിരിക്കും ഹരിയാനയിൽ അധികാരത്തിൽ തിരിച്ചെത്തുക എന്ന് കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.